കുഴപ്പമൊന്നുമില്ല. പിന്നെ പക്ഷേ പ്രശ്നമല്ല. എന്താണ് ഞാൻ പറ. ഏ താല്പര്യമില്ല, ഞാൻ പൊക്കോളാം. ഞാൻ റാണിയമ്മനോട് പറഞ്ഞോളൂ. ഇല്ല, പ്രശ്നമൊന്നുമില്ല. ഓക്കെ ആണോ? ഓക്കെ. സത്യം പറ, ഓക്കെ ആണോ? അല്ല. എന്തു പറ്റി? എനിക്കതിനൊന്നും കഴിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണല്ല. പിന്നെ എന്തിനാ നീ പണിക്കിറങ്ങി? എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട്. ഓ, ജീവിത സാഹചര്യം കൊണ്ടോ? ഞാൻ വന്ന് പെട്ടുപോയതാ. എന്താ അതിന്റെ പ്രശ്നം? എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ശരിയാണോ? അത് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന വഴിയാണ്. മരണോ? അതെ, ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എത്തിയിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന വഴിയാണ് റാണിയമ്മേൻ്റെ മുന്നിൽ പോയി പെടുന്നത്. പിന്നെ എൻ്റെ അവസ്ഥ പറയാനുള്ളൊരു സാഹചര്യം പോലും എനിക്ക് അവരുടെ മുന്നിൽ കിട്ടിയില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എന്നാ പിന്നെ ഞാനേ റാണിയമ്മടുത്ത് സംസാരിക്കാം. കുഴപ്പമില്ല, വേണ്ട. പൊക്കോളാം. നിങ്ങൾ ഈ വർക്ക് ഇന്ന് ചെയ്തില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. ദൈവത്തെ ഓർത്ത് റാണിയമ്മയോട് ഒന്നും പറയരുത്. സാമ്പത്തികമാണ് ആവശ്യം അപ്പോലെ. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. എനിക്കിതൊന്നും ശീലമുള്ള കാര്യങ്ങളല്ല. എൻ്റെ സാഹചര്യം എന്നെ ഇവിടെ എത്തിച്ചതാണ്. കരയണ്ട, കരയല്ലേ, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഏതായാലും ഞാനൊന്ന് ആഗ്രഹിച്ചു വന്നാണ്, അന്നത്തെ മൂടും പോയി. റാണിയമ്മ പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു ഫംഗ്ഷനിലായിരുന്നു, ഒരു ചെറിയ സ്മോൾ പരിപാടിയിലായിരുന്നു. നേരെ ചാടി പുറപ്പെട്ടതാണ്. പക്ഷേ ഇത് ഭയങ്കര ഡാർക്കായി പോയി. ഒരു കാര്യം ചെയ്യ്, പ്രശ്നമാക്കണ്ട, ക്യാഷ് ഞാൻ തരാം. നിന്റെ കാര്യം നടക്കട്ടെ. കാരണം ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാണ്ട് ഒരു പുരുഷനും അവരുടെ ശരീരത്തിൽ തൊടില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷെ നീ വന്ന് നിന്റെ കഥകളൊക്കെ കേട്ടപ്പോൾ പറഞ്ഞപ്പോൾ എന്തോ ഇനി എന്തായാലും ഇത്തരം ജോലി ചെയ്യണ്ട. നിന്റെ ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തന്നോളാം. കരയണ്ട, ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ആവശ്യമുള്ള കാര്യം ഞാൻ ചെയ്തു തന്നോളാം. ഇനി വേറൊരാളുടെ മുന്നിൽ ഇതേ സ്ഥലത്തിരിക്കരുത് കേട്ടാ. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇറങ്ങണ്ടെന്നാ റാണിയമ്മടുത്ത് പറഞ്ഞോളാം. കുഴപ്പമില്ല, ഇത് നമ്മൾ രണ്ടുപേരും മാത്രം എന്നാൽ മതി. എല്ലാം നടന്നിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളാം. ഹാപ്പി ആവും, സന്തോഷിക്കും. എന്താ പറയുക, പല പെണ്ണുങ്ങളും നമ്മളെ അടുത്ത് പറയും ഇന്നത്തെ സാഹചര്യത്തിൽ ചെന്ന് കഴിഞ്ഞാലേ
അവർ നുണക്കഥകൾ പറയും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ശരീരത്തിൽ തുടരിക്കാൻ വേണ്ടിയിട്ട് പലരും പറയും. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി. അപ്പോൾ ചില പുരുഷന്മാർ പെട്ടെന്ന് സെൻറ്റി ആയി കഴിഞ്ഞാൽ അവരെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ അത് ഭയങ്കര ഫ്രോഡത്തരാണ് അവർ ചെയ്യുന്നുള്ളത് ഈ ആണുങ്ങൾക്ക് അറിയില്ല. അങ്ങനെ പെട്ട പലരും ഉണ്ട്. അത്തരത്തിലല്ലാന്ന് വിശ്വസിക്കട്ടെ, വിശ്വസിക്കുന്നുണ്ട്. കരയണ്ട, പറഞ്ഞല്ലോ, നിർത്ത്, ഇങ്ങോട്ട് നോക്ക്, നിർത്ത്. നിന്റെ സമ്മതത്തോട് കൂടിയിട്ട് നിനക്ക്, അതായത് വേറൊരാൾക്കും ഇനി ശരീരം വാങ്ങുന്നില്ല, നിനക്ക് പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ട് നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ നിന്റെ ശരി തൊടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ലൈഫിൽ നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി? ഏതായാലും നീ ഇതിനായിട്ട് ഇറങ്ങിയല്ലേ. ഇത് വേറൊരാൾ വന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നടക്കണ്ടേ? ടെൻഷൻ അടിക്കണ്ട. കരയല്ലേ, കരച്ചിൽ നിർത്ത, ചിരിക്കേ, ചിരിക്കേന്ന്, ചിരിക്കേ. സന്തോഷായില്ലേ? ചിരിക്കേ. സന്തോഷമായി. പറേ ഞാൻ ഇറങ്ങട്ടെ. ശരി, കാണാം. ഹലോ, ഇതെന്താ വായിലേക്ക് അയച്ചു മാറ്റി നീ കോലത്തിൽ? നീ ഈ കോലത്തിലിരിക്കാനാ എനിക്ക് താല്പര്യം, നിങ്ങൾക്ക് മുന്നിൽ. അതെന്താ? ഈ ഉള്ള ജീവിതത്തിൽ നീ മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും.